എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത്. എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഏരിയയൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. There are certain products which have to pass us through two or more distinct stages ഓഫ് മാനുഫാക്ചർ ബിഫോർ കംപ്ലീഷൻ. അതായത് ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ആ പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നതിന് മുൻപേ ഒന്നിലധികം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റാണ് പ്രോസസ് കോസ്റ്റ് എന്നുള്ളത്. അതായത് പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 അങ്ങനെയുള്ള ഒരു 3-4 പ്രോസസ്സിലൂടെയാണ് ആ കടന്നു പോയിട്ടാണ് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നതെങ്കിൽ നമ്മൾ ഓരോ പ്രോസസ്സിനും ഓരോ അക്കൗണ്ട് വരക്കുന്നു. എന്നിട്ട് നമുക്കതിൻ്റെ ആ ഒരു ഫോർമാറ്റൊക്കെ ഉണ്ട്. ഓരോ പ്രോസസ് അക്കൗണ്ട് വരക്കുന്നുള്ള ഫോർമാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് അവസാനം എന്താകുന്നു, അതൊരു ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോസ്റ്റിങ്ങിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ ഈച്ച് സ്റ്റേജ് ഓഫ് മാനുഫാക്ചർ ഈസ് കോൾഡ് പ്രോസസ്. അതായത് പ്രോസസ് 1 ആവും, പ്രോസസ് 2, പ്രോസസ് 3 അങ്ങനെ ഓരോ സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോസസ് എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോളോഡ് ഇൻ സച്ച് ഇൻഡസ്ട്രി ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഇൻഡസ്ട്രിയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ എന്നുള്ളൊരു ഭാഗം. പ്രോസസ് കോസ്റ്റിംഗ് ഇസ് വൺ ഓഫ് ദ ബേസിക് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെർ പ്രൊഡക്റ്റ് പാസസ് ത്രൂ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ ബിഫോർ ഇറ്റ് ബിക്കംസ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ സ്റ്റേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനും ഓരോ പ്രോസസ്സാണ്. ഓരോ പ്രോസസ്സിനകത്തും ഓരോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇതിലെ പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു കോഹ്ലർ ഡെഫിനേഷൻ, പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വെർ ബൈ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോസസ് ഓപ്പറേഷൻസ് ആൻഡ് ആവറേജ്ഡ് ഓവർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഈ ഡെഫിനേഷനകത്ത് പറയുന്നത് നമ്മൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്ന എന്താണ്, പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസാണ് ചാർജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആവറേജ്ഡ് ഓവർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നമ്മളതിൻ്റെ അതിൻ്റെ ഫോർമാറ്റൊക്കെ വരുന്നുണ്ട്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ കൂടുതൽ ക്ലിയർ ആവും. So this process costing refers to the costing of the operations of process involved in converting raw material into finished product. ഒരു അസംസ്കൃത വസ്തു ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നതിന് വേണ്ടിയിട്ട് പല പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം ആ സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജസ് ഓർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രോസസ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓരോ സ്റ്റേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനകത്തും ഓരോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ at the end of the process, the cost per unit is determined by dividing the total cost by the number of unit produced at each stage. അതായത് ഒരു പ്രൊഡക്റ്റ് പാസ് ചെയ്യുന്നത് ഒരു 3 പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3. അപ്പോൾ അതിൽ ഈ പ്രോസസ്സ് 1 കംപ്ലീറ്റ് ആയാൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസർ എത്രയാണ്, അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെയും എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ദ ആവറേജ് കോസ്റ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തുകൂടി പറയുന്നുണ്ട്, ആവറേജ് കോസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് കൂടി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് വരുന്ന ഒന്നാമത്തെയാണ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഇൻഡസ്ട്രീസ് വേർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലാണ് ഇത് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് പാസസ് ത്രൂ 2 or more ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് ഫോർ കംപ്ലീഷൻ. അതായത് 2 or അതിലധികമോ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിട്ടാണ് അത് കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത്. ഈച്ച് പ്രോസസ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ,
ദ പ്രൊഡക്റ്റ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഹോമോജീനിയസ്. പ്രൊഡക്റ്റ് എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ്, അതുപോലെ തന്നെ എന്താണ് ഹോമോജീനിയസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ മറ്റ് ഭാഗങ്ങൾ നോക്കാം. ഫീച്ചേഴ്സ് എന്നുള്ള ദ പ്രൊഡക്റ്റ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ പ്രോസസ്സിംഗ് സ്റ്റേജ്. അതായത് പ്രൊഡക്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ അത്തരത്തിലുള്ളൊരു 2-3 പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് മാത്രമേ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുകയുള്ളൂ. നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ, നമുക്ക് അതിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഫോർ ഈച്ച് പ്രോസസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ. അതായത് ഓരോ പ്രോസസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ 4 പ്രോസസ് ആണെങ്കിൽ 4 പ്രോസസ് അക്കൗണ്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ദ കോസ്റ്റ് ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ പ്രോസസ് എലോങ് വിത്ത് ദിസ് ഇൻപുട്ട്. അതായത് ഒരു പ്രോസസ്സിനകത്തുള്ള കോസ്റ്റ് എന്നുള്ളത് അടുത്ത പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതാണ് അതിനകത്ത് പറയുന്നത്. ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് ദ സബ്സീക്വൻറ്റ് പ്രോസസ്. അതായത് ഒരു പ്രൊഡക്റ്റ് എയിൽ നിന്ന് പ്രൊഡക്റ്റ് ബിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ പ്രോസസ്സ് എയിൽ നിന്ന് പ്രോസസ്സ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, പ്രോസസ്സ് എയിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് പ്രോസസ്സ് ബിയിൻ്റെ റോ മെറ്റീരിയൽ എന്നുള്ളത്. അതായത് ഒരു പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്നുള്ളത്. സോ ദ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ് ട്രാൻസ്ഫേർഡ് ടു ദ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. അതായത് ഒരു 4 പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൽ 4ാമത്തെ പ്രോസസ്സ് അത് ലാസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സിൻ്റെ നമ്മൾ ഇതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, 1ാമത്തത് 2ാമത്തെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ എന്താണ് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, 2ാമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോസസ്സ് 2ാമത്തിൽ നിന്ന് 3ാമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 3ാമത്തിൽ നിന്ന് 4ാമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി 4 സ്റ്റേജ് മാത്രമേ ഉള്ളെങ്കിൽ 4ാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കാണ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ് ആർ കളക്റ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ആൻഡ് ചാർജ്ഡ് അക്കോർഡിംഗ്ലി. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അതോടൊപ്പം തന്നെ ലേബർ, ഓവർ ഹെഡ്സ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് അക്കൗണ്ട് വരക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് എഴുതുന്നത്. മെറ്റീരിയൽ, വേജസ്, എക്സ്പെൻസ്, മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, മറ്റ് അതർ എക്സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് എഴുതുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ പ്രോസസ് അക്കൗണ്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ട് കാര്യങ്ങൾ. നമുക്കതിൻ്റെ മറ്റ് ഭാഗങ്ങളും പ്രോബ്ലംസൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.